ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ്. ഈ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തത് സൈമൺ കുസ്നെറ്റ് ആണ്. സൈമൺ കുസ്നെറ്റ് 1955 ഡെവലപ്പ് ചെയ്തതാണ് ഈ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ്. ഈ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് ഒബ്സർവ് ദാറ്റ് ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൺട്രീസ് എക്സ്പീരിയൻസ് ഹൈ ഇൻകം ഇൻക്വാളിറ്റി. And later stages of growth, relative inequality of income increases and then reverses back. സൈമൺ കുസ്നെറ്റിൻ്റെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രിയുടെ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇൻകം ഇനിക്വാളിറ്റി കൂടുതലായിരിക്കും. ആ കൺട്രി ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്കും ആ രാജ്യത്ത് ഇൻകം ഇനിക്വാളിറ്റി പഴയ പോലാകും, അതായത് ഇൻകം ഇനിക്വാളിറ്റി കുറയും. ഇതിന് കാരണമായിട്ട് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുമ്പോഴേക്കും ഫിസിക്കൽ ക്യാപിറ്റലിനാണ് കുറേ കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. പ്ലസ് റിസോഴ്സസ് ആർ ട്രാൻസ്ഫർ ടു ദോസ് പീപ്പിൾ ഹു വാണ്ട് ഇൻവെസ്റ്റ് ആൻഡ് സേവ്. ഈ രണ്ട് റീസൺ കാരണം ഒരു കൺട്രിയുടെ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇൻകം ഇനിക്വാളിറ്റി ഒത്തിരി കൂടുതലായിരിക്കും. പിന്നീട് ഫിസിക്കലായിട്ടുള്ള ക്യാപിറ്റലിനേക്കാളും ഹ്യൂമൻ ക്യാപിറ്റലായിരിക്കും കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കൺട്രി ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഇൻകം ഇനിക്വാളിറ്റി കുറയും. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ഹാഡ് എ സ്റ്റഡി ഓഫ് 3 ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് 2 ഡെവലപ്ഡ് കൺട്രീസ്. ഈ 3 ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഗിനി കോഎഫിഷ്യൻ്റ് 0.44 ആണ്. ഗിനി കോഎഫിഷ്യൻ്റ് ഇനിക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ്. ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെത് ഗിനി കോഎഫിഷ്യൻ 0.37 ആണ്. അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും ഇനിക്വാളിറ്റി കുറവ് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണെന്ന് മനസ്സിലായി. ഇത് ഒരു ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ്. ഇതിന് നമുക്ക് എക്സ് ആക്സിസിൽ ഇൻകം ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഗിനി കോഎഫിഷ്യൻ്റ്, വൈ ആക്സിസിൽ ഇൻകം ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഗിനി കോഎഫിഷ്യൻ്റ് എടുക്കാം. എക്സ് ആക്സിസിൽ ഒരു കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകം എടുക്കാം. ഇത് തിയറി പറയുന്നത് എന്താ? പെർ ക്യാപിറ്റ ഇൻകം ഒരു കൺട്രിയുടെ കൂടുന്ന അനുസരിച്ച് ഇനിക്വാളിറ്റി കൂടുന്നതാണ്. ഇവിടെ നിന്ന് കൺട്രിയുടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഇനിക്വാളിറ്റി ലെവലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യും. പിന്നെ കൺട്രി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ എന്താ, ഇനിക്വാളിറ്റി വീണ്ടും താഴേക്ക് പോവാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെക്കാളും അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും ഇനിക്വാളിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ യു ഷേപ്പിലുള്ള കർവിനെയാണ് നമ്മൾ കുസ്നെറ്റ് കർവ് എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.